الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس أوصيكم أولا وإياي بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ, നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിന്റെ സകല മേഖലകളിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെയും അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ സമയങ്ങളും സന്ദർഭങ്ങളുമൊക്കെ, അതോടൊപ്പം എങ്ങനെയാണ് നമുക്ക് ഉത്തരം ലഭ്യമാകുക, അതിൻ്റെ 3 രീതികളുമൊക്കെ കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി പ്രാർത്ഥനകൾ വിശ്വാസികളാകുന്ന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളിൽ ആദം നബി അലൈഹിസ്സലാം മുതലുള്ള പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളുണ്ട്. സച്ചരിതരായ അസ്ഹാബുൽ കഹ്ഫിനെ പോലെയുള്ള സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രണാങ്കണത്തിൽ ശത്രുക്കളുമായി നേർക്ക് നേരെ യുദ്ധം ചെയ്യുന്ന സാഹചര്യത്തിലെ പ്രതിസന്ധി ഘട്ടത്തിലെ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ നിരവധി പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയും. എന്തിനാണ് ഈ പ്രവാചകന്മാരുടെയും മുൻഗാമികളുടെയും ഒക്കെ പ്രാർത്ഥന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നത്? നമുക്കറിയാം, അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ. എന്നാൽ നാം ആലോചിക്കേണ്ടത്, നമുക്ക് പ്രാർത്ഥനകൾക്കൊരു കുറവുമില്ല, നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ മാതൃഭാഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകാം. ഈ അടുത്ത് ഒരു സംഘടന
പ്രബോധിത സമൂഹത്തിലെ ആളുകൾ ഇടയിൽ ചർച്ച ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകളിലേക്ക് നമ്മൾ ദഅവത്ത് ചെയ്തു കൊടുക്കണം. വിശുദ്ധ ഖുർആൻ മറ്റുള്ള ആളുകളിലേക്ക് നമ്മളൊക്കെ ചെയ്തു കൊടുക്കണം. അതിന്റെ ചർച്ച ഇങ്ങനെ പുരോഗമിക്കുകയാണ്. എല്ലാവരും ചർച്ച ചെയ്യുന്നത് എങ്ങനെ മറ്റുള്ളവർക്ക് വിശുദ്ധ ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. എത്തിച്ചു കൊടുക്കണം, അതിലൊരു തർക്കവും. പക്ഷെ പലപ്പോഴും നമ്മുടെ പ്രബോധന രീതി മറ്റുള്ളവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുവോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും മറ്റുള്ളവരെ നന്നാക്കണം, നാട്ടുകാരെ മുഴുവൻ നന്നാക്കണം, എല്ലാവരെയും ഖുർആൻ ഹാഫിലീങ്ങളാക്കണം, ഖുർആൻ അർത്ഥം പഠിപ്പിക്കുന്നവരാക്കണം, ഇസ്ലാമിന്റെ വിഷയങ്ങൾ മറ്റുള്ള ആളുകളൊക്കെ അറിയണം. ആ പറയുന്ന ചിന്തിക്കുന്ന ഞാൻ അടക്കമുള്ള ആളുകൾ എന്റെ ജീവിതത്തിൽ എത്ര ആ വിശുദ്ധ ഖുർആൻ ഉണ്ട് എന്ന് പലപ്പോഴും ആലോചിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആ ചർച്ചകൾക്കിടയിൽ ഒരാൾ പറഞ്ഞു, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മിൽ നിന്ന് തുടങ്ങാം. എന്നിട്ട് അദ്ദേഹം വെച്ച ഒരു പോയിന്റ്, നമ്മൾ എത്രയോ കാലമായി മുസ്ലിമീങ്ങളായിട്ട് 10, 50, 60 കൊല്ലമായി ചെറുപ്പം മുതൽ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയതാണ്, വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകൾ പഠിക്കാൻ തുടങ്ങിയതാണ്. എന്നാൽ നമുക്ക് ആർക്ക് ഇത്രയും കാലത്തിനിടക്ക് ഒരു 10 വയസ്സ് മുതൽ, ഏറ്റവും ചുരുങ്ങിയത് ഒരു 7 വയസ്സ് മുതൽ ഖുർആൻ പഠിക്കാൻ തുടങ്ങി, ഒരു 10 വയസ്സ് മുതൽ ഖുർആൻ മനഃപ്പാഠമാക്കാൻ തുടങ്ങിയ നമുക്ക് ഈ ഒരു 10-40 കൊല്ലത്തിനിടക്ക് വിശുദ്ധ ഖുർആനിലെ 100 കണക്കിന് പ്രാർത്ഥനകൾ അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ട് ഒരു 10 പ്രാർത്ഥന, അധികമൊന്നും വേണ്ട, ഒരു 10 പ്രാർത്ഥന അർത്ഥസഹിതം മനഃപ്പാഠമുള്ള എത്ര ആളുകളുണ്ട്? ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഒന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യുക എന്ന ഒരു ചർച്ച വന്നപ്പോൾ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി പാരായണം ചെയ്യാൻ തുടങ്ങി. ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയാവുന്ന പ്രാർത്ഥന ഒന്ന് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ, അതറിയാത്ത ആരുമില്ല. അതെന്നും ഇങ്ങനെ ഖുതുബയിൽ കേൾക്കണമുണ്ട്. അതുപോലെ റബ്ബനാ തഖബ്ബൽ വതുബ് അലൈന, ഇങ്ങനെ ഒരു 3-4 പ്രാർത്ഥനകൾ അറിയാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു 10ലേക്ക് എത്തിയ ആളുകൾ വളരെ കുറവാണ്, വളരെ കുറവ്. സാധാരണക്കാരായ ആളുകളല്ല, നല്ല ദഅവാ മേഖലകളിൽ സജീവമായി നിൽക്കുന്ന നാട്ടിലെ പ്രബോധന രംഗത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ ഇതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ട ഒരു വസ്തുതയാണ്. ഇപ്പൊ നമ്മൾ ചോദിക്കാം, ഇപ്പൊ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റൂല, കാരണം ഇത് ഖുതുബയായതുകൊണ്ട്. ഒരു 10 വിശുദ്ധ ഖുർആനിലെ 100 പ്രാർത്ഥനകളിൽ നിന്ന് ഒരു 10 പ്രാർത്ഥന എനിക്ക് അർത്ഥസഹിതം അല്ലെങ്കിൽ അതിന്റെ ആശയങ്ങളെങ്കിലും മനസ്സിലാക്കിയിട്ട് എനിക്കറിയാമെന്ന് പറയുന്ന എത്ര ആളുകൾ എൻ്റെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട്? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ നമുക്കെതിരെ പരലോകത്ത് നിന്ന് വിരൽ ചൂണ്ടുന്ന ഒരു അവസ്ഥ പറയുന്നുണ്ട്. എനിക്ക് നേരെ, നിങ്ങൾക്ക് നേരെ. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂൽ പറയും റബ്ബിനോട്, യാ റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി, തീർച്ചയായും എന്റെ സമൂഹം ഇത്തഖദൂ ഹാദൽ ഖുർആന, ഈ വിശുദ്ധമായ ഖുർആനിനെ മഹ്ജൂറ, അവരെ ഹജറാക്കി കളഞ്ഞു. ഹജറാക്കുക പറഞ്ഞാല് അതിനവര് മൈൻഡ് ചെയ്തില്ല, അതിനവർ അവഗണിച്ചു, അതിനവർ വർജിച്ചു. അതവരുടെ പ്രാർത്ഥനകളിലോ ജീവിതത്തിലോ അവർ കൊണ്ടുവന്നില്ല റബ്ബേ എന്ന് പറഞ്ഞ് എനിക്ക് നേരെ, നമുക്ക് നേരെ, നമ്മുടെ കുടുംബത്തിന് നേരെ അള്ളാഹുവിനോട് നമ്മിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് നമ്മുടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, അതിന് ഞാൻ ഉണ്ടാകോ, നിങ്ങൾ ഉണ്ടാകുമോ എന്ന് കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോ വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. എന്തുകൊണ്ട്? നമ്മുടെ മാതൃഭാഷയിൽ പ്രാർത്ഥിച്ചാലും അല്ലാഹു തആല സ്വീകരിക്കും, തർക്കൊന്നുമില്ല. 3-4 രീതിയിൽ നമുക്ക് ഉത്തരം നൽകും, അതിലും സംശയമില്ല. പക്ഷേ വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകൾ എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ സാധാരണ മലയാളത്തിൽ അല്ലാഹുവേ കാക്കണേ എന്ന് പറയുന്നത് പോലെയല്ല. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അല്ലാഹുവിന്റെ മുൻപിൽ വെച്ചുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ ഒന്നാമത്തേത് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്ന ആ പ്രാർത്ഥനകളൊക്കെ റബ്ബിന്റെ വാക്കുകളാണ്. ഓരോ അക്ഷരങ്ങളും നമ്മുടെ നാഥന്റെ വാക്കുകളാണ്. നമുക്കായി പ്രാർത്ഥിക്കാൻ, റബ്ബിനോട് ചോദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള വാചകങ്ങളാണ്. അതുകൊണ്ട് റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്ന ആ പ്രാർത്ഥന മുഖേന
ആ വചനങ്ങൾ മുഖേന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോ അത്തരം ആളുകളോട് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന ബോധം ഉണ്ടാകണം. അതോടൊപ്പം സാധാരണ മാതൃഭാഷയിൽ ഒരു 10 വാചകങ്ങൾ വേണം. വിശുദ്ധ ഖുർആനിലെ ഒരു പദത്തിന് അത്രത്തോളം വിശാലതയുള്ള അർത്ഥതലങ്ങളുള്ളതാണ്. അള്ളാഹുവിന്റെ ഓരോ പദങ്ങളും വലിയ അർത്ഥ ഗാംഭീര്യവും സാരസമ്പൂർണമായ അർത്ഥങ്ങളാണ് വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകൾക്കുള്ളത് എന്ന കൃത്യമായ ബോധം നമുക്കുണ്ടാകണം. പ്രാർത്ഥനകൾക്ക് പ്രതിഫലം കിട്ടുന്നതോടൊപ്പം വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകളാണ് നാം നിർവഹിക്കുന്നതെങ്കിൽ നമുക്ക് ഖുർആൻ പാരായണം ചെയ്തതിന്റെ പ്രതിഫലം ഒരക്ഷരത്തിന് 10 പുണ്യമാണ്. അപ്പൊ വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന നിർവഹിക്കുമ്പോ പ്രാർത്ഥനയുടെ പുണ്യം കിട്ടും, അതിന് നമുക്ക് ഉത്തരം കിട്ടും. അതോടൊപ്പം ഓരോ അക്ഷരത്തിനും 10 നന്മകൾ വീതം നമ്മുടെ കർമ്മരേഖയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന ഈ ഒരു ബോധത്തോടു കൂടെയാകണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും അതിന്റെ അർത്ഥങ്ങളും പ്രാർത്ഥനകളും പഠിക്കാൻ. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ചുരുങ്ങിയത് 10 പ്രാർത്ഥനയെങ്കിലും മനഃപ്പാഠമാക്കാൻ നമുക്ക് കഴിയണം മരിക്കുന്നതിന് മുമ്പ്. അല്ലെങ്കിൽ നാളെ അള്ളാഹിന്റെ റസൂല് നമുക്ക് നേരെ വിരൽ ചൂണ്ടും. അതിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഒരു 10 പ്രാർത്ഥന പഠിക്കാൻ മണിക്കൂറുകൾ മതി. കുറഞ്ഞ ദിവസങ്ങൾ മാത്രം നമ്മളൊന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ അതൊക്കെ നമുക്ക് മനഃപ്പാഠമാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും കഴിയും. പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം മനഃപ്പാഠമാക്കാത്തതല്ല, ആ മനഃപ്പാഠമാക്കി ഒരാഴ്ച അങ്ങ് മറക്കും, 2 ആഴ്ച കഴിയുമ്പോഴേക്ക് ആ പഠിച്ചതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രത്യേകത കൂടിയാ. മറ്റൊന്നും മറക്കുന്നത് പോലെയല്ല. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ട് പഠിച്ചിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ മറ്റെന്ത് മറക്കുന്നതിനേക്കാളും സ്പീഡിൽ നമ്മുടെ മനസ്സുകളിൽ നിന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ എടുത്തു കളയും. അത് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് പഠിക്കുക. ആ പഠിച്ചത് നമ്മുടെ നിത്യജീവിതത്തിൽ ഓരോ പ്രാർത്ഥനകളിലും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുകൊണ്ട് ചില പ്രാർത്ഥനകൾ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സൂറത്തുൻ നംലിലെ 19-ാമത്തെ ആയത്ത്. ഓരോ പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു പ്രാർത്ഥനയും അല്ലാഹു തആല പഠിപ്പിച്ചു തന്നിട്ടില്ല. നോക്കൂ നിങ്ങൾ, സൂറത്തുൻ നംലിലെ 19-ാമത്തെ ആയത്ത്. റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർദാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദികസ് സ്വാലിഹീൻ. റബ്ബി, എന്റെ രക്ഷിതാവേ, ഔസിഇനി, എനിക്ക് നീ തൗഫീഖ് നൽകണം, എനിക്ക് നീ പ്രചോദനം നൽകണം. അൻ അഷ്കുറ നിഅമതികല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. അല്ലാഹുവേ, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ, എണ്ണിയാൽ തീരാത്ത നിഅമത്തുകൾ നീ തന്നിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ കൊടുത്ത ഒരുപാട് നിഅമത്തുകളുണ്ട്. എന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടതിന് ശേഷം എന്റെ പ്രിയപ്പെട്ട ഉമ്മക്ക് നീ കൊടുത്ത അനുഗ്രഹങ്ങളിൽ നിന്ന് ആസ്വദിക്കുന്നവൻ ഞാനാണ്. അതുകൊണ്ട് റബ്ബേ, എന്റെ ബാപ്പാക്കും എന്റെ ഉമ്മക്കും അതുപോലെ എനിക്കും എന്റെ കുടുംബത്തിനുമൊക്കെ നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് അൻ അഷ്കുറ, നന്ദി ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് നൽകണം റബ്ബേ. അതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. പിന്നെയോ വഅൻ അഅമല സ്വാലിഹൻ തർദാ. അല്ലാഹുവേ, ഈ വർത്തമാന കാലഘട്ടത്തിൽ ഞാൻ ജീവിക്കുന്ന കാലം വരെ തർദാഹു, നീ ഇഷ്ടപ്പെടുന്ന നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ, നല്ല പ്രവർത്തനങ്ങൾ പറയാൻ, നല്ലത് കാണാൻ, നല്ലത് സമ്പാദിക്കാൻ, നല്ലതിലൂടെ ചെലവഴിക്കാൻ, എല്ലാം നീ ഇഷ്ടപ്പെട്ടത് മാത്രം ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് നൽകണം. വഅദ്ഖിൽനി ബിറഹ്മതിക. അല്ലാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ നീ പ്രവേശിപ്പിക്കണം. ഫീ ഇബാദിക സ്വാലിഹീന. അംബിയാക്കൾ, ഔലിയാക്കൾ, ബീവിമാർ ഉൾക്കൊള്ളുന്ന സ്വാലിഹീങ്ങളായി നീ തിരഞ്ഞെടുത്ത അടിമകളുണ്ട്. ആ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ പാപിയായ എന്നെയും നീ ഉൾപ്പെടുത്തണേ. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഇത് എത്ര പ്രാവശ്യം നമ്മൾ ഇങ്ങനെ പാരായണം ചെയ്തിട്ടുണ്ടാകും. ഇനി ആയത്തിന്റെ വിശദീകരണങ്ങളിലേക്ക് കടന്നു വന്നാൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളുമില്ല. എല്ലാം അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുള്ള പ്രാർത്ഥനയാണ്. സൂറത്തുൻ നംലിലെ 19-ാമത്തെ ആയത്ത് കാണാതെ പഠിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതേ പ്രകാരം സൂറത്തു ശുആറയിലെ 83-ാമത്തെ ആയത്തിൽ റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ.
അല്ലാഹുവേ ഹബിലി ഹുക്മ, എനിക്ക് നീ വിജ്ഞാനം നൽകണം. ദുനിയാവിൽ ആവശ്യമായ വിജ്ഞാനങ്ങളുണ്ട്, ഉപകാരപ്രദമായ വിജ്ഞാനം എനിക്ക് നീ നൽകണം. നാളെ പരലോക വിജയത്തിന് ആവശ്യമായ വിജ്ഞാനം എനിക്ക് നീ നൽകണം. മറ്റൊരായത്തിൽ കാണാം, റബ്ബി സിദ്നി ഇൽമാ, ഉപകാരപ്രദമായ വിജ്ഞാനങ്ങൾ അത് മറന്നു പോകാതെ എന്നും എന്നും എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണം റബ്ബേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, അവിടെയും അല്ലാഹുവോട് ചോദിക്കുന്നത്, അല്ലാഹുവേ സ്വാലിഹീങ്ങളോടൊപ്പം എന്നെ നീ ഉൾപ്പെടുത്തണേ. സ്വാലിഹീങ്ങളായി നീ തിരഞ്ഞെടുത്ത ആളുകളുടെ കൂട്ടത്തിൽ മെമ്പറായി എന്നെയും നീ ചേർത്തണേ. സൂറത്തു ശുഅറയിലെ 83-ാമത്തെ ആയത്ത്. ചെറിയ വചനങ്ങളാണ്, ഒരു മിനിറ്റോ 2 മിനിറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് മനഃപ്പാഠമാക്കാൻ കഴിയും. റബ്ബി ഹബിലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അതുപോലെ നമ്മൾ വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിലെ 10-ാമത്തെ ആയത്ത്, അത് ഏകദേശം എല്ലാ പാരായണം ചെയ്ത് ശീലമുള്ള ആളുകൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫ് വളരെ പ്രധാനമാണ്, വളരെ പുണ്യമുള്ളതാണ്, പാരായണം ചെയ്യണം. ചെയ്യാത്തവർ തുടങ്ങണം. ആ സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് കാണാം, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. അല്ലാഹുവേ ആതിനാ, നീ ഞങ്ങൾക്ക് നൽകണം, മിൻ ലദുൻക, നിന്റെ അടുക്കൽ നിന്ന്, റഹ്മ, നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് നൽകണം. നിന്റെ കാരുണ്യമില്ലാതെ, നിന്റെ തിരുനോട്ടമില്ലാതെ, നിന്റെ കാവലില്ലാതെ ഒരു സെക്കൻഡ് പോലും മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഏത് സമയത്തും നിന്റെ കാവല് ഞങ്ങൾക്കുണ്ടാകണം, നിന്റെ കാരുണ്യം ഞങ്ങൾക്കുണ്ടാകണേ റബ്ബേ. വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കാര്യങ്ങളിൽ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നീ നേർമാർഗം സജ്ജമാക്കി തരികയും ചെയ്യണേ. എഴുതെറ്റുന്ന കാലമാണ്, ഇങ്ങോട്ട് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങളിലെല്ലാം നേരായത് മാത്രം, സ്വർഗത്തിലേക്ക് പോകുന്നത് മാത്രം, നിന്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ഞങ്ങൾക്ക് നീ വഴി കാണിച്ചു തരികയും ചെയ്യണേ എന്നാണ് സൂറത്തുൽ കഹ്ഫിലെ 10-ാമത്തെ ആയത്ത്. അതും പഠിക്കുക, പഠിച്ചാ പോരാ, ജീവിതത്തിൽ പകർത്തുക. 4-ാമത്തത് സൂറത്ത് ആൽ ഇംറാനിലെ 147-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം ഒരു പ്രാർത്ഥന, റബ്ബന ഗഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ തെറ്റുകളൊക്കെ ഞങ്ങൾക്ക് നീ പുറത്തു തരണം. അതോടൊപ്പം വഇസ്റാഫനാ ഫീ അംരിനാ, അല്ലാഹുവേ, ഞങ്ങൾ പല കാര്യത്തിലും അതിര് കവിയൽ നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ചിന്തയിൽ, ഞങ്ങളുടെ വർത്തമാനത്തിൽ, ഞങ്ങളുടെ നടത്തത്തിൽ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ പലപ്പോഴും നിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ അതിരുകടക്കലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. പലതിനെ കുറിച്ച് ഞങ്ങൾ സംശയാലുക്കളായിട്ടുണ്ട്. പലതിനെ കുറിച്ചും നിന്റെ കൽപ്പനകൾക്ക് എതിരെ ഞങ്ങൾ തർക്കിച്ചവരാണ്. ഞങ്ങളുടെ കാര്യത്തിൽ അതിരു കവിയലുണ്ടായതിന് നീ ഞങ്ങൾക്ക് പുറത്തു തരണം. അല്ലാഹുവേ, ഞങ്ങളുടെ കാലടികളെ പതറാതെ ഉറപ്പിച്ചു തരുകയും ചെയ്യണം. മഹാന്മാരാകുന്ന സ്വഹാബത്ത് ഉഹദ് രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ റസൂല് പോലും കൊല്ലപ്പെട്ടു എന്നറിഞ്ഞു. വല്ലാത്തൊരു പ്രതിസന്ധി. ഇനി ഞങ്ങൾ എന്തിന് ജീവിക്കണം, എന്തിന് യുദ്ധം ചെയ്യണം എന്ന ഒരു സംശയം വന്നു. ആ സമയത്ത് അവര് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, അല്ലാഹുവേ, ഞങ്ങളുടെ കാലടികളെ പതറാതെ ഉറപ്പിച്ചു നിർത്തണേ. അവിശ്വാസികളായ ജനങ്ങളുടെ മേൽ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണേ. അവിശ്വാസികൾ ഞങ്ങൾക്കെതിരെയാണ്. ഒരുപാട് നിയമങ്ങൾ ഓരോ ദിവസവും വരുമ്പോ, പ്രിയപ്പെട്ടവരെ, SIR പോലെയുള്ള പുതിയ നിയമങ്ങളും ഭേദഗതികളും വരികയാണ്. എല്ലാവർക്കും പ്രശ്നം മുസ്ലിമാണ്, എല്ലാവർക്കും വിഷയം ഇസ്ലാമാണ്. നമ്മെ ഇല്ലാതെയാക്കാൻ, നമ്മെ പലതും ചെയ്യാൻ പല രീതിയിലുള്ള പല നിയമങ്ങളും വരുമ്പോ ഈ സൂറത്തുൽ ആൽ ഇംറാനിലെ 147-ാമത്തെ ആയത്ത്, ആ പ്രാർത്ഥന മനഃപ്പാഠമാക്കിയിട്ട് ജീവിതത്തിൽ കൊണ്ടുവരിക. എന്ത് വന്നാലും റബ്ബേ, ഞങ്ങളുടെ കാലടികളെ നിന്റെ വിശുദ്ധമായ ആദർശത്തിൽ നിന്ന് ഒരാളുടെ മുമ്പിലും, എത്ര വലിയ തമ്പുരാക്കളാണെങ്കിലും അവരുടെ ഒന്നും മുമ്പിൽ ഞങ്ങളുടെ ആദർശം പണയപ്പെടുത്താതെ മുന്നോട്ട് പോകുന്ന ഈമാനികമായ ആവേശം ഞങ്ങളുടെ കാലടികൾക്ക്, ഞങ്ങളുടെ മനസ്സിന് നീ സ്ഥൈര്യം നൽകണം റബ്ബേ. അവിശ്വാസികളാകുന്ന ആളുകൾക്കെതിരെ
ഞങ്ങളെ നീ സഹായിക്കണേ എന്ന ഒരു പ്രാർത്ഥന സൂറത്ത് ആൽ ഇംറാനിലെ 147-ാമത്തെ ആയത്തിൽ കാണാം. അതേ പ്രകാരം സൂറത്തുൽ ബഖറയിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് അത് ഏകദേശം എല്ലാവർക്കും മനഃപ്പാടമുള്ളതാണ്. എന്നാലും അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് വർത്തമാന ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ഒക്കെ അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നിരന്തരമായി ഉൾക്കൊള്ളിക്കണം. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. അല്ലാഹുവേ, ഞങ്ങൾ പല കാര്യങ്ങളും മറന്നുപോയവരാണ്. നീ കൽപ്പിച്ചു, പക്ഷേ ഞങ്ങളുടെ അശ്രദ്ധ കാരണത്താൽ ഞങ്ങൾ മറന്നുപോയ പല കാര്യങ്ങളുമുണ്ട്. അതുപോലെ റബ്ബേ, ഞങ്ങളുടെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് പല അബദ്ധത്തിൽ പെട്ടുകൊണ്ട് ഞങ്ങൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. അതൊക്കെയും ഞങ്ങൾക്ക് നീ പുറത്തു തരികയോ അല്ലാഹുവേ, ഞങ്ങൾ മറന്ന് ചെയ്തതിന്റെ പേരിൽ, അബദ്ധത്തിൽ വന്നു പോയ തെറ്റുകളുടെ പേരിൽ അല്ലാഹുവേ, ഞങ്ങൾ ആരെയും നീ പിടിച്ച് ശിക്ഷിക്കരുത് റബ്ബേ. റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽത. അല്ലാഹുവേ, ഞങ്ങളുടെ മുമ്പുള്ളവരുടെ മേലിൽ പലതും അവർക്ക് താങ്ങാൻ കഴിയാത്ത പലതും നീ വഹിപ്പിച്ചിട്ടുണ്ട്. പല നിയമങ്ങളും മുൻഗാമികളാകുന്ന ആളുകൾക്ക് നീ കൊടുത്തിട്ടുണ്ട്. അതേപോലെയുള്ള ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒന്നും ഞങ്ങളുടെ മേൽ നീ വഹിപ്പിക്കരുത് റബ്ബേ. അതേ പ്രകാരം റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി. നമ്മുടെ ജീവിതത്തിൽ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഓരോ നിമിഷത്തിലും ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോ നമ്മുടെ മനസ്സുകളിൽ അർത്ഥം അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനാ വചനമാണത്. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സാധ്യമല്ലാത്തത് ഞങ്ങളെ കൊണ്ട് നീ വഹിപ്പിക്കരുത് റബ്ബേ. താങ്ങാൻ കഴിയാത്ത രോഗം തരരുത്, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ടെൻഷൻ നൽകരുത്, താങ്ങാൻ കഴിയാത്ത അതേ ഞങ്ങളെ അക്രമികളായി കാണുന്ന ഭരണാധികാരിയും ഭരണത്വത്തെയും ഞങ്ങൾക്ക് നീ നൽകരുത്. എല്ലാത്തിലും ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നത്, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നത് മാത്രമേ ഞങ്ങൾക്ക് നീ നൽകാൻ റബ്ബേ. താങ്ങാൻ കഴിയാത്തതൊന്നും ഞങ്ങൾക്ക് നീ നൽകല്ല റബ്ബേ. വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുവേ, ഞങ്ങളോട് നീ മാപ്പാക്കണം, ഞങ്ങളുടെ തെറ്റുകളൊക്കെ നീ പുറത്തു തരണം. അല്ലാഹുവേ, നീ ഞങ്ങളോട് കരുണ ചെയ്യണം. അന്ത മൗലാന. അല്ലാഹുവേ, നീയാണ് ഞങ്ങളുടെ യജമാനൻ, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീന. അല്ലാഹുവേ, അവിശ്വാസികൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണേ. ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. മറ്റൊരായത്തിൽ കാണാം, സൂറത്ത് അറാഫിലെ 47-ാമത്തെ ആയത്ത്, റബ്ബനാ ലാ തജ്അൽനാ മഅൽ ഖൗമിൽ ളാലിമീന. അല്ലാഹുവേ, ലാ തജ്അൽനാ, ഞങ്ങളെ നീ ആക്കരുത് മഅൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനതയോടൊപ്പം ഞങ്ങളെ നീ ആക്കരുത്. അക്രമികളായ പാർട്ടികളിൽ ഞങ്ങളെ നീ ആക്കരുത്. അക്രമികളായ കൂട്ടുകാരെ ഞങ്ങൾക്ക് നീ നൽകരുത്. അക്രമികളായ ജനതയുടെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും ലാ തജ്അൽനാ, അല്ലാഹുവേ, ഞങ്ങളെ നീ ആക്കരുത്. റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീന. സൂറത്ത് യൂനുസിലെ 85-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അല്ലാഹുവേ, ഞങ്ങളെ അക്രമികളായ ജനങ്ങൾക്ക് ഒരു കുഴപ്പം കാണിക്കാനുള്ള ഇടവരരുത്. ഞങ്ങൾക്ക് എതിരെ തിരിയുകയോ ഞങ്ങളുടെ ആശയത്തിനെയോ ഞങ്ങളുടെ കർമ്മങ്ങളെയും ചോദ്യം ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണത്താലോ ഞങ്ങളുടെ ഇടപെടൽ കാരണത്താലോ ഞങ്ങൾക്കെതിരെ മറ്റുള്ള ആളുകൾ വിരൽ ചൂണ്ടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും നീ ആക്കരുതേ. സൂറത്ത് മുംതഹിനയിലും ഇതേ ആശയമുള്ള ഒരായത്ത് പ്രാർത്ഥന കാണാം. ربنا لا تجعلنا فتنة للذين كفروا واغفر لنا ربنا إنك أنت العزيز الحكيم. അല്ലാഹുവേ, ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന കഫറൂ. അവിശ്വസിച്ചതായ ആളുകൾക്ക് ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾക്ക് നീ ഒരു പരീക്ഷണ പാത്രങ്ങളായി ഞങ്ങളെ ആക്കരുതേ എന്ന ഒരു പരീക്ഷണ വസ്തുവായി എന്തിനുമെതിരെ ഞങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പാവങ്ങളായ ഞങ്ങളെ നീ ആക്കരുത് റബ്ബേ. വഗ്ഫിർ ലനാ റബ്ബനാ. അല്ലാഹുവേ, ഞങ്ങളുടെ തെറ്റുകളൊക്കെ പുറത്തു തരണം. നീയാണ് അഗാധജ്ഞൻ, അതേ പ്രകാരം നീയാണ് പ്രതാപശാലി എന്ന് അർത്ഥം വരുന്ന ഒരു പ്രാർത്ഥന സൂറത്ത് മുംതഹിനയിൽ നമുക്ക് കാണാം. അതേ പ്രകാരം സൂറത്ത് ഇബ്രാഹിമിൽ നമുക്ക് കാണാം. നമുക്ക് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, മാതാപിതാക്കൾക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തത്, റബ്ബി ജഅൽനി
ഈ പ്രാർത്ഥനയും നിത്യജീവിതത്തിൽ ഉണ്ടാകണം. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ തഖബ്ബൽ ദുആ. അല്ലാഹുവേ ഇജ്അൽനി എന്നെ നീയാക്കണം മുഖീമസ്സലാ കൃത്യമായി നിസ്കാരം നിലനിർത്തുന്നവനാക്കണം. മുഖീമസ്സലാ ഇജ്അൽനി മുഖീമസ്സലാ അല്ലാഹുവേ എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണം. എന്ത് തിരക്കുകൾ വന്നാലും എന്ത് തന്നെ പ്രയാസങ്ങൾ വന്നാലും അല്ലാഹുവേ കൃത്യമായി വൃത്തിയോടെ നിത്യവും നിസ്കരിക്കുന്നവളാക്കി എന്നെ മാറ്റണം. എന്നെ മാത്രം പോരാ, എന്റെ പ്രിയപ്പെട്ട മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കണം. എന്റെ കുടുംബത്തെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കണം. അല്ലാഹുവേ എന്റെ പ്രാർത്ഥനയെ നീ സ്വീകരിക്കണേ. ഈ ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹീമിൽ നമുക്ക് കാണാവുന്നതാണ്. അതേ പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു, അല്ലാഹുവേ എന്റെ ദോഷം പുറത്തു തരണം. വലിവാലിദയ്യ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ദോഷം പുറത്തു കൊടുക്കണം. വലിൽ മുഅ്മിനീന യൗമ യഹ്കൂമുൽ ഹിസാബ് വിചാരണ നിലവിൽ വരുന്ന ദിവസം അല്ലാഹുവേ എല്ലാവിധ ദോഷങ്ങളും പൊറുക്കപ്പെട്ടവരായി സ്വർഗ്ഗത്തിലേക്ക് പോകാൻ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും ലോകത്തിലുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്കും നീ തൗഫീഖ് നൽകണം. എല്ലാവർക്കും വേണ്ടിയുമുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം നമ്മുടെ നിത്യജീവിതത്തിൽ എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 10 പ്രാർത്ഥനകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. 10 പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ ആയത്തുകളും എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നമ്മൾ കേൾക്കാത്തതോ അറിയാത്തതോ ഒന്നും അല്ല. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചത് ഇതേപോലെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അതിലൊക്കെ നമുക്ക് കാണാം റബ്ബി അല്ലെങ്കിൽ റബ്ബന, സുബ്ഹാനക, അല്ലാഹുമ്മ, ഇങ്ങനെ 3-4 പദങ്ങൾ മാത്രമാണ് വിശുദ്ധ ഖുർആനിൽ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുള്ളത്. റബ്ബി, റബ്ബന, അല്ലാഹുമ്മ, സുബ്ഹാനക. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ കാണുമ്പോൾ ആ പ്രാർത്ഥനകളുടെ ആ പദങ്ങളുടെ അടികെ ഒന്ന് നിർത്തിയിട്ട് എന്താണ് എന്റെ റബ്ബിനോട് ഞാൻ ഇനി ചോദിക്കാൻ പോകുന്നത്, അതിന്റെ അർത്ഥങ്ങളെ കുറിച്ച് അതിന്റെ ആശയങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിക്കുവാനോ ആത്മാർത്ഥമായി റബ്ബിനോട് ചോദിക്കുവാനും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയണം. ആ രീതിയിൽ വിശുദ്ധ ഖുർആനിനെ പഠിക്കുക, പ്രാർത്ഥനകൾ മനഃപ്പാഠമാക്കുക, നിത്യജീവിതത്തിൽ കൊണ്ടുവരിക. നമ്മുടെ എന്ത് പ്രതിസന്ധികൾക്കും എന്ത് പ്രയാസങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം നൽകും. യഥാർത്ഥ വിശ്വാസികളിൽ പഠിക്കുകയും പകർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ ഉത്തമന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വ കൈവിടാതെ ജീവിക്കണേ എന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ് SIR എന്ന് പറയുന്ന ഒരു പുതിയ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു നിയമ ഭേദഗതി നിലവിൽ വന്നിരിക്കുകയാണ്. SIRന്റെ വിഷയത്തിൽ നമുക്കൊരിക്കലും ഒരു അബദ്ധവും പറ്റാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുക, വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ അപ്പം എന്താ വോട്ട് ചെയ്യുന്നില്ല, ഞാൻ ഈ കാലം വരെ വോട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇനിയും വോട്ട് ചെയ്യണ്ട എന്ന ആ ഒരു ലാഘവത്തോടുകൂടെ ഈ വിഷയത്തെ കാണരുത് എന്നതാണ് ഇത്തരം വിഷയങ്ങളൊക്കെ വന്നിട്ടുള്ള പല സംസ്ഥാനങ്ങളുടെയും പാഠങ്ങൾ, സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നത്. അനാസ്ഥയോടുകൂടെ ഈ ഒരു വിഷയത്തെ കണ്ട ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ന് അന്തം വിട്ട് പെരുവയിൽ ആയിരിക്കുന്നത്. 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നിർബന്ധമായും നമ്മളൊക്കെ അറിയണം. അതല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് അറിയണം. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോൾ കൃത്യമായ ഇൻഫർമേഷൻ അതിൻ്റെ അവരാവശ്യപ്പെടുന്നതൊക്കെ ഒരാശങ്കക്കും വിധമില്ലാത്ത വിധം കൊടുക്കുവാനും എല്ലാ രേഖകളും ഹാജരാക്കാനും നമുക്ക് കഴിയണം. എന്നാൽ പലപ്പോഴും ഇത് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ SIR നമുക്ക് എതിരെ തന്നെയാണ്, നമ്മളെയൊക്കെ ഇവിടെ നിന്ന് ഇല്ലാണ്ടാക്കാൻ എത്തരത്തിലുള്ള ഒരു ആശങ്കയും ബേജാറും പേടിപ്പെടുത്തലും വേണ്ട. കാരണം ഇതിനേക്കാളും വലിയ പേടിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുമൊന്നും അല്ലാഹു തആല നമ്മെ പരാജയപ്പെടുത്തിയിട്ടില്ല. ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ടാകണം. എന്നാൽ ആശങ്കപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് ശക്തമായ ജാഗ്രത നമുക്കുണ്ടാകണം.
നമ്മുടെ ഒരു അനാസ്ഥ കൊണ്ട്, ഒരു അശ്രദ്ധ കൊണ്ട് ഇപ്പോ ഇത് നമ്മുടെ വോട്ടർ പട്ടികയിൽ ഗൾഫിലായിരുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ 2002 വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ഇല്ലാതെ വന്നാൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പെട്ടെന്ന് വലിയ നിയമക്കുരുക്കളൊന്നും ഇല്ലാതെ നമുക്കത് ശരിയാക്കാൻ കഴിയും. എനിക്ക് ജോലിയാണ്, തിരക്കാണ്, ഓഫീസിൽ ലീവ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ നിസാരവൽക്കരിച്ചാൽ ഇപ്പൊ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ലീവ് എടുത്താൽ തീരാവുന്ന പ്രശ്നം 1 മാസവും 6 മാസവും മനക്കെട്ട് ഓടി നടന്നാലും ഒരുപക്ഷെ ശരിയാക്കാൻ കഴിയാത്ത വലിയ ദുർഗതിയിലേക്ക് തള്ളി വിടപ്പെടും എന്ന ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാകണം. അതുകൊണ്ട് നമുക്ക് ആശങ്കകളല്ല വേണ്ടത്, എന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായ ജാഗ്രതയോടുകൂടെ ഈ വിഷയത്തെ കാണാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും സത്യം മനസ്സിലാക്കുവാൻ, അതിനനുസരിച്ച് കൊണ്ട് മുന്നേറുവാൻ, മുസ്ലിം സമുദായത്തിന് ഇസ്സത്തോടെ, അഭിമാനത്തോടെ ആരുടെ മുമ്പിലും ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനും ലോകത്ത് നിന്ന് വിട പറയുവാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നിമിഷം വരെ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ. اللهم ربنا تقبل دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا بمغفرتك وارحمنا برحمتك يا أرحم الراحمين.